സൂര്യകുമാർ തകർത്തടിച്ച മത്സരമായിരുന്നു ഇന്നത്തേത്. 102 റൺസാണ് സൂര്യ അടിച്ചു കൂട്ടിയത്. സൂര്യ മാത്രമാണ് മുംബൈ ടീമിൽ ഇന്ന് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് മുംബൈ കളി ജയിച്ചത്. തിലക് വർമ്മ സൂര്യയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു. ഹൈദരാബാദ് ശരിക്കും നാണം കെട്ടുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരുവിധം എല്ലാ ബൗളേഴ്സിനെയും സൂര്യ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. ഇന്ന് കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് സൂര്യകുമാർ ആയിരുന്നു. അവാർഡ് വാങ്ങി സൂര്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് IPLന്റെ ആദ്യത്തെ മത്സരങ്ങളിൽ കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പരിക്കുണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് റിക്കവറായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈ ടീമിൽ ആര് കളിച്ചില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ടീമിനെ വിജയിപ്പിക്കും. കഴിഞ്ഞ മത്സരം മുതൽ എനിക്ക് ആ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ദൂരേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. എങ്കിലും ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടണം. ഞാനിന്ന് സെഞ്ചുറി അടിക്കുമെന്ന് ഒരിക്കലും തന്നെ കരുതിയില്ല. എങ്ങനെയെങ്കിലും ടീമിനെ ജയിപ്പിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിന്ന് കളിച്ചത്. പക്ഷേ അവസാനം ഞാൻ സെഞ്ചുറി അടിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രോഹിത് ശർമ്മ എന്നോട് പറഞ്ഞത്, നീ നിന്റെ കഴിവിൽ വിശ്വസിക്കുക. നിനക്ക് ഉറപ്പായിട്ടും ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനിന്ന് നന്നായി കളിച്ചു. രോഹിത് ശർമ്മ തന്ന വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. ഈ ഒരു അവാർഡ് രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. മുംബൈ ആരാധകർ ആവേശത്തിലാണ്. പ്ലേ ഓഫിൽ നിന്ന് പുറത്തായാലും മികച്ചൊരു വിജയമാണ് മുംബൈ ഇന്ന് സ്വന്തമാക്കിയത്. പ്രത്യേകിച്ച് സൂര്യകുമാറിന്റെ ബാറ്റിംഗ് ആരാധകർക്ക് രോമാഞ്ചമായിരുന്നു. 102 റൺസാണ് സൂര്യ അടിച്ചു കൂട്ടിയത്. സൂര്യ ഇങ്ങനെ സെഞ്ചുറി അടിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. മുംബൈ ഒരു 2 മാച്ച് മുന്നേ ഇങ്ങനെ കളിച്ചെങ്കിൽ ഇപ്പോൾ മുംബൈക്ക് പ്ലേ ഓഫിൽ എത്താമായിരുന്നു. ഇനി ഒരിക്കലും മുംബൈക്ക് പ്ലേ ഓഫിൽ കയറാൻ സാധിക്കില്ല. അത്രയും ബാക്കിലാണ് മുംബൈ ഇപ്പോൾ. എന്തായാലും ഹൈദരാബാദ് നാണം കെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.